എഐയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒരു അമിതമായൊരു കോൺഫിഡൻസ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ 9 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈമുള്ള ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻസ് കൺസ്യൂം ചെയ്ത് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആഘാതം അതുമൂലം? ഞാൻ കുട്ടിക്കാലത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ നടക്കാൻ പോകുന്നു, പല സ്ഥലത്ത് പോയതും. പക്ഷെ ഇന്നലെ കണ്ട സാധനങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു ധാരണ അൽഗോരിതം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മളത് കാണുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് നമുക്ക് ഉണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഇസ് ഇറ്റ് റിയലി ബെനിഫിറ്റ് ടു മീ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏറ്റവും പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു പോഡ്കാസ്റ്റിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് നമ്മളോടൊപ്പം പോഡ്കാസ്റ്റിലെ ഗസ്റ്റായിട്ട് ഉള്ളത് മൃദുൽ എം മഹേഷ് സാറാണ്. സാറിനെ പോഡ്കാസ്റ്റിലേക്ക് താങ്ക് യു. അദ്ദേഹത്തിനൊരു ചെറിയ ഇൻട്രോ നമ്മൾ നോക്കുകയാണെങ്കിൽ, കൺസൾട്ടൻറ്റ് ക്യൂസിഷൻ ആയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സാധാരണ ഒരു 4 ഓപ്ഷനും ഒരു ക്വസ്റ്റ്യനും ആയിട്ട് തുടങ്ങുന്ന ഒരു ക്യൂസിനെ എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു ഇൻഫർമേഷനും എൻ്റർടൈൻമെൻറ്റും കൂടി കലർത്തിക്കൊണ്ട് എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ക്യൂസിനെ എത്തിക്കാം എന്നുള്ള ഒരു പരിശ്രമത്തിൽ ഒരുപാട് ബിഹേവിയറൽ സയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ലേണിംഗ് സ്റ്റൈൽസ് നമ്മുടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം കിട്ടി എന്നുള്ള നിലക്ക് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വിഷയം കുട്ടിക്കളിയിലെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഏതൊരു മാതാപിതാക്കൾക്കും അതുപോലെ അധ്യാപകർക്കും കൂട്ടുകാർക്കും കുട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എന്നിങ്ങനെ എല്ലാവർക്കും ഏറ്റവും നല്ലൊരു നിലപാടുണ്ടാവേണ്ട ഒരു വിഷയം ഇന്ന് എന്ന് പറയുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ളതിലൊക്കെ അപ്പോൾ നമ്മുടെ മൊബൈലുകളിൽ നമ്മൾ ഓരോ പൊസിഷനും നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാറ് എന്നത് ഏതൊക്കെ പോലെ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊരു മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻ്റായിരിക്കെ MBBS എന്നുള്ള അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള പദവിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒരു 4 കൊല്ലം നല്ല രീതിക്ക് തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ട് മാത്രം നമ്മളൊരു വാലിഡേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളാണെങ്കിൽ ഒരു ഡോക്ടർ ഒരു മാറ്റി വയ്ക്കുമ്പോൾ ഒരു ഡ്രൈവർ ഒരു ലൈസൻസ് കിട്ടിയ ശേഷമാണ് നമ്മൾ കാറും എല്ലാം ഓടിച്ച് തുടങ്ങുന്നത്. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ നമ്മളെല്ലാവരും വളരെ സുലഭമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മൊബൈലിലുള്ള ആ ഒരു കുറച്ച് ആപ്ലിക്കേഷനുകൾ അടങ്ങുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലുള്ള സ്വഭാവ രൂപീകരണവും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെയാണ് ഇന്നത്തെ ഡിസ്കഷനിൽ മെയിൻ നമ്മളെ കാത്തിരിക്കുന്നത്. സോ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം പ്രവേശിക്കാം. അപ്പോൾ ഒന്നുകൂടെ വൺസ് അഗെയിൻ മൃദുൽ സാറെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സാറുടെ ഈ ഒരു കരിയറുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ സാർക്ക് ഒരുപാട് കുട്ടികളുമായിട്ട് ഇടപഴകാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യൂസർ എന്നുള്ള നിലക്ക് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒരുപാട് ബിഹേവിയറലും കാര്യങ്ങളൊക്കെ പഠിച്ച സ്ഥിതിക്ക് പല പ്രായത്തിലുള്ള പല സ്റ്റുഡൻസിനെ പല ക്ലാസ്സുകളിലുള്ള പല ഗ്രൂപ്പുകളിലുള്ള സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനിടയിൽ നമ്മുടെ ക്യാമ്പയിൻ്റെ തലക്കെട്ടായിട്ടുള്ള കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ, അത് കേൾക്കുമ്പോൾ സാർ എങ്ങനെയാണത് അർത്ഥവത്താക്കുന്നത്? തീർച്ചയായിട്ടും ആ ഹെഡിങ് പറയുന്നത് പോലെ തന്നെ കുട്ടിക്കളിയല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മളൊരു കളിയായിട്ടാണ് സോഷ്യൽ മീഡിയയെ പലരും കണക്കാക്കുന്നത്. ആ കുട്ടിക്കളിയല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതിനുള്ള കാരണം, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമ്മളെ റീവയർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിൽ മാറ്റം വരുത്തിയതെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 8 വർഷക്കാലമായിട്ട് ഈ ക്വിസിങ് ഫീൽഡിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം വളരെ എവിഡൻ്റായിട്ട് എനിക്ക് കറക്റ്റ് എടുത്ത് പറയാൻ പറ്റും. പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ കുട്ടികളും കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിന് ശേഷമുള്ള കുട്ടികളും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, അനലറ്റിക്കൽ തിങ്കിങ് തുടങ്ങിയ പല സ്കില്ലുകളിലും വളരെ റാപ്പിഡായിട്ടുള്ള ഒരു നെഗറ്റീവ് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത് സത്യമാണ്. അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ കുട്ടികളെ പറഞ്ഞാലും പ്രൊഫഷണൽസിനും ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ, അവരിലും ഇത് വളരെ സജീവമാണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കളി അല്ല എന്ന് പാരൻസിനെയും അതുപോലെ പ്രൊഫഷണൽസിനെയും കൂടി ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇതിലൊരു ചെറിയൊരു റിസർച്ച് ചെയ്തു. വളരെ റാൻഡമായിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊരു സെറ്റ് ഓഫ് 25 ക്വസ്റ്റ്യൻസ് ഗസ്സബിളായിട്ടുള്ള അവർക്ക് അനലിറ്റിക്കൽ തിങ്കിങ് ഉപയോഗിച്ച് കറക്റ്റ് ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാനൊരു 3 സാമ്പിൾ സ്പേസിന് വെച്ചിട്ട് UP വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഞാൻ കൊടുത്തു.
നമ്മളെല്ലാവരും വിചാരിക്കുക എപ്പോഴും ഹൈസ്കൂൾ വിഭാഗമായിരിക്കും മുൻപന്തിയിൽ നിൽക്കുക. കാരണം അവരുടെ IQ ലെവൽ കൂടുതലായിരിക്കും, അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, കൊഗ്നിറ്റീവ് എബിലിറ്റീസ് കൂടുതലായിരിക്കും എന്നാണ്. പക്ഷേ ആ റിസൾട്ട് എനിക്ക് തന്നത് UP വിഭാഗം കുട്ടികളാണ് കൂടുതൽ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് ഒരു പഠനം നടത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കൂടുതൽ ഹൈസ്കൂൾ വിഭാഗം സ്റ്റുഡൻസും 3 മണിക്കൂറിൽ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അതാണ് റിയാലിറ്റി. കാരണം UPക്കാർക്ക് അത്രത്തോളം സോഷ്യൽ മീഡിയയ്ക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല. പാരൻസിൻ്റെ അടുത്താണ് കൂടുതൽ സമയവും ഫോണ്. അവർക്ക് ആകെ കിട്ടുന്നത് പാരൻസ് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയങ്ങളിലുള്ള കുറച്ച് സമയമാണ്. ബാക്കിയുള്ള സമയത്ത് അവർ മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. അപ്പോൾ വലിയൊരു ഇൻസൈറ്റാണ് ശരിക്കും ഞങ്ങൾക്ക് ആ സ്റ്റഡി തന്നത് എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വല്ലാണ്ട് റീവയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ പറയുന്നൊരു വാക്കുണ്ട്, അതായത് ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രം അല്ലെങ്കിൽ ബോയിലിംഗ് ഫ്രോഗ് എഫക്റ്റ് എന്നൊക്കെ നമ്മളൊരു മെറ്റഫറായിട്ട് പറയാറുണ്ട്. അതായത് നമ്മൾ തവളയെ പിടിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തവള പെട്ടെന്ന് ചാടി വരും. പക്ഷെ നേരെ തിരിച്ച് തവളയെ നമ്മളൊരു വെള്ളത്തിലിടുന്നു, തണുത്ത വെള്ളത്തിലിടുന്നു, മെല്ലെ മെല്ലെ തിളപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തവള ആ ചൂട് ഇങ്ങനെ അഡാപ്റ്റഡ് ആയിട്ട് ഇരിക്കും. ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മളൊക്കെ ഓരോ ബോയിലിംഗ് ഫ്രോഗുകളാണ്. നമ്മളെ ഇൻസ്റ്റാഗ്രാം ഓരോ ദിവസവും റീവയർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമുക്ക് അടുത്ത ഡിസ്കഷൻസിൽ എങ്ങനെയാണത് റീവയർ ചെയ്യപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് പറയാം. അതെ, തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ, അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കാനായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് അഡിക്ഷൻ, നമുക്കറിയാം ഇപ്പോൾ ഇന്ന് അഡിക്ഷൻ്റെ ഒരു ഡെഫിനേഷൻ എത്രത്തോളം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നോക്കി വരുമ്പോൾ ഏതൊരു കാര്യം സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അഡിക്ഷനെ നമുക്കൊരു ചെറിയ നൈമിഷികമായിട്ടുള്ള കുറച്ച് സുഖങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് നമുക്ക് എന്തൊക്കെയോ ഡാമേജ് ഉണ്ടാക്കി തരുന്ന കുറേ കാര്യങ്ങൾ അതിനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിനെ അഡിക്ഷനെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അത് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ വലിയൊരു കൺസേൺ ആണ് എങ്ങനെ അത് കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പാരൻസിൻ്റെ ഒരു കൺസേൺ ആണ്. അവർ കണ്ടുപിടിച്ച് വരുന്ന സമയത്തൊക്കെ ഒരുപാട് വൈകിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റും അതിൻ്റെയൊക്കെ ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് കണ്ടുപിടിക്കുകയും അതുപോലെ ബാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത. തീർച്ചയായിട്ടും. അതിനു മുമ്പ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡിക്ഷൻ എന്നത് എന്താണെന്ന് പല പാരൻസിനും ശരിക്കും അറിയില്ല. അഡിക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നു എന്നറിയില്ല. അതുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്തതിന് ശേഷം അഡിക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ അഡിക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുന്ന അവസ്ഥയാണ്. ശരിക്കും അതിനെ നമുക്ക് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ നമുക്കൊരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത് ആൻറ്റിസിപ്പേഷൻ ഹോർമോൺ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ്. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ശരിക്ക് ഈ ഡോപ്പമിൻ റിലീസാവുന്നത്. സോഷ്യൽ മീഡിയ എൻജിനീയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ബ്രെയിനിൻ്റെ വൾണറബിലിറ്റീസിനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഡോപ്പമിനാണ്. ഉദാഹരണത്തിന് അടുത്ത റീൽ എന്താവും എന്നുള്ള ക്യൂരിയോസിറ്റി വരുമ്പോൾ ഡോപ്പമിൻ റിലീസാവും. ഞാൻ വിട്ട വീഡിയോയ്ക്ക് ഇന്ന ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ, അവിടെ ഒരു ആൻറ്റിസിപ്പേഷൻ ക്രിയേറ്റ് ചെയ്യാം, ഡോപ്പമിൻ റിലീസാവും. സ്റ്റോറി ഇടുന്നു, ഡോപ്പമിൻ റിലീസാവും. അപ്പോൾ ഈ ഡോപ്പമിൻ റിലീസാവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമുക്ക് ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടും. ഇൻസ്റ്റൻറ്റ് പ്രഷർ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണെങ്കിലും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ഇതിനോട് ഹാബിച്വേറ്റഡ് ആയിട്ട് മാറും. സ്ഥിരമായിട്ട് നമുക്കിങ്ങനെ ഡോപ്പമിൻ റിലീസാവുകയും ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുകയും ചെയ്യുമ്പോൾ എഫേർട്ട് ഇടേണ്ട കാര്യങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യും. എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞാൽ തിങ്കിങ്ങിന് എഫേർട്ട് ഇടേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യും. ആക്ച്വലി റിയൽ ലൈഫിൽ നിങ്ങൾ എഫേർട്ട് ഇടാതെ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ലേണിംഗ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്ത് കരിയർ ഗ്രോത്ത് ആവട്ടെ, ബിസിനസ് ആവട്ടെ, പക്ഷേ സോഷ്യൽ മീഡിയ നിങ്ങളെ റീവയർ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റായി പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അഡിക്ഷൻ്റെ കാരണം. ഈ ഡോപ്പമിൻ ലെവൽ കൂടിക്കൂടി വരുന്നതാണ് അഡിക്ഷൻ്റെ കാരണം. അതോടുകൂടി ഇവരതിലേക്ക് കംപ്ലീറ്റ്ലി അഡിക്റ്റഡായി അല്ലെങ്കിൽ അതിലേക്ക് മുഴുകിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മൾ ചായ കുടിക്കുന്ന ശീലവും അഡിക്ഷനാണ്, ഓൺലൈൻ ഷോപ്പിങ്ങും അഡിക്ഷനാണ്. എന്തൊക്കെ നമ്മളെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ആ അഡിക്ഷൻസൊക്കെ നമ്മൾ തടയണം. അപ്പോൾ ഇതിനേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒന്ന്, അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം നമുക്ക് തടയാനുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് ഒരു കുറച്ച് സമയം വെച്ചുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അവരതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ആദ്യം നോക്കുക.
അവർക്കൊരു 5 മിനിറ്റ് പോലും അതിലേക്ക് 5 മിനിറ്റ് മാറ്റി വെച്ചാൽ പോലും അവർക്ക് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു സിവിയർ അഡിക്ഷനിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അഗ്രസീവ്നെസ്, രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാലുള്ള ചില ഭാവമാറ്റങ്ങൾ, ദേഷ്യം വരൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷനെ നമ്മൾ നോമോഫോബിയ എന്നുള്ളൊരു വാക്ക് നമ്മൾ പൊതുവേ ഉപയോഗിക്കാറുണ്ട്. നോ മൊബൈൽ ഫോബിയ എന്നുള്ളത്. അതായത് മൊബൈൽസ് നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ കുട്ടികൾ വയലൻ്റ് ആവുന്ന ഒരു പ്രശ്നം വരും. അത് ആദ്യം പാരൻസ് ആണ് ചെയ്തു നോക്കേണ്ടത്. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പോലും പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾ ആദ്യം ഒന്ന് റീവയർ ചെയ്തതിന് ശേഷം അതേ മെത്തേഡ് ഉപയോഗിച്ച് കുട്ടികളിലേക്ക് മാറുക എന്നുള്ളതാണ് വേണ്ടത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത് കാരണമുണ്ടാകുന്ന ഉറക്കക്കുറവ്. ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഉറക്കക്കുറവാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഡോപ്പമിൻ കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൊതുവെ ഉറക്കക്കുറവ് ഉണ്ടാവും. അതിനുദാഹരണമാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ കഫീൻ പോലുള്ള സാധനങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗുകളുടെ യൂസേജ് ഒക്കെ കാരണം. അപ്പോൾ ഡോപ്പമിൻ കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എനർജി അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ആക്റ്റീവ് സ്റ്റേറ്റ് കൂടുതലായി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ബിഹേവിയറൽ സയൻസിൽ പറയുന്നത്. അപ്പോൾ ഉറക്കക്കുറവ് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. കുറവുണ്ടോ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടോ, അതേപോലെ തന്നെ കുട്ടികൾക്ക് മൊബൈൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അഗ്രസീവ്നെസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം അഡിക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പ് റീവയർ ചെയ്യണം. അതെങ്ങനെ റീവയർ ചെയ്യണം എന്നുള്ളതും നമുക്ക് അടുത്ത ഡിസ്കഷൻ. നേരത്തെ പറഞ്ഞത് വലിയൊരു പോയിന്റ്. നമുക്ക് നമ്മുടെ ഡിസ്കഷനിൽ നേരത്തെ ഒരു റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹൈസ്കൂളിൽ അല്ലേ നമ്മൾ വിചാരിച്ചതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് UPയിലുള്ള കുട്ടികൾക്കാണ് കൂടുതലും പെർഫോമൻസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ ഒരു കോൺട്രാസ്റ്റാണ് നമ്മളിപ്പോൾ ഫ്ലിൻ എഫക്റ്റുമായിട്ട് സംസാരിക്കുമ്പോൾ വരുന്നത്. നമുക്കറിയുന്നത് ഇപ്പോൾ അറിയാത്തവർക്കായി ജസ്റ്റ് സൂചിപ്പിക്കുകയാണെങ്കിൽ ഓരോ 10 കൊല്ലം കൂടുമ്പോഴും 3 പോയിന്റ് IQ സാധാരണ രീതിക്ക് നമ്മുടെ ഈ ഒരു കാലയളവിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും അതുപോലെ ബാക്കി കുറച്ച് ഫാക്ടേഴ്സൊക്കെ കൂടി നോക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു ജനറേഷൻ നേരെ റിവേഴ്സൽ എഫക്റ്റ് ആണ് അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു ഭയാനകത അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മളെ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ IQവിനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസും ഫ്ലൂയിഡ് ഇൻ്റലിജൻസും. ഇത് രണ്ടുമാണ് അവർ മെഷർ ചെയ്യപ്പെടുന്നത്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിൽ റീകോളിംഗ്, മെമ്മറി തുടങ്ങിയ കാര്യങ്ങളും, ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൽ ആക്റ്റീവ് ലേണിംഗ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് പോലുള്ള കാര്യങ്ങളുമാണ് മെഷർ ചെയ്യപ്പെടുന്നത്. ഈ രണ്ടെണ്ണത്തിലും കാര്യമായ കുറവ് ഈ ഒരു ജനറേഷനിൽ, പ്രത്യേകിച്ച് ജെൻസിയിലാണ് റിവേഴ്സ് ഫ്ലിൻ എഫക്റ്റ് ആദ്യമായിട്ട് കാണുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാരൻസിൻ്റെ IQവിനേക്കാൾ കുറവ് IQ വരിക എന്നുള്ളതാണ് റിവേഴ്സ് ഫ്ലിൻ എഫക്റ്റ്, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിലും ഫ്ലൂയിഡ് ഇൻ്റലിജൻസിലും എന്ത് മാറ്റമാണ് വന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ക്രിയേറ്റിവിറ്റി, തിങ്കിങ് സ്കില്ല് തുടങ്ങിയ കാര്യങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് കുറഞ്ഞത്. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ് കുറയുന്നത് എന്തുകൊണ്ടാണ്? റീകോൾ, മെമ്മറി പോലുള്ള എബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ്. ഇതിന് രണ്ടിനും കാരണം സോഷ്യൽ മീഡിയ ഉപയോഗമാണ്. കൂടാതെ അവർ പറയുന്ന മറ്റൊരു കാര്യം AI കൂടിയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് മെമ്മറിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോണ്ടൻറ്റ് ഓവർലോഡ് സംഭവിച്ചു എന്നുള്ളതാണ്. കോണ്ടൻറ്റ് ഓവർലോഡാണ് നമുക്ക് എന്ത് കാണണം എന്ത് കാണണ്ട എന്നുള്ള ഒരു തിരിച്ചറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോണ്ടൻറ്റ് ഓവർലോഡ്. ഈ കോണ്ടൻറ്റ് ഓവർലോഡ് വന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മെമ്മറിയിലൂടെ ഈ സാധനങ്ങൾ കയറി ഇറങ്ങുന്നുണ്ടെങ്കിലും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. ഈ അടുത്തിടെ എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷനിൽ ഇങ്ങനെ പറയായിരുന്നു, ഞാൻ കുട്ടിക്കാലത്ത് ഉള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ നടക്കാൻ പോകുന്നതും പല സ്ഥലത്ത് പോയതും, പക്ഷേ ഇന്നലെ കണ്ട സാധനങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, കാരണം കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ പ്രോസസ്സ് ചെയ്യാനുള്ളൂ. അതിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബ്രെയിനിൽ അടുക്കി വെക്കാം. പക്ഷേ ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറ്റുക? കോണ്ടൻറ്റ് ഇങ്ങനെ കയറി ഇറങ്ങാന്നല്ലാതെ ഇതിനെ പ്രോസസ്സ് ചെയ്ത് അടുക്കി വെക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ശരിക്കും ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഷാലോ ലേണിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ മെമ്മറി ലോസ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കാരണം മെമ്മറിയെ നമ്മൾ ഇൻഫർമേഷനെ അടുക്കി വെച്ചില്ലെങ്കിൽ മെമ്മറി ലോസ് ഉണ്ടാവും. അപ്പോൾ ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസിനുള്ള കാരണം, കുറവിനുള്ള കാരണം അതാണ്. ഇനി ഫ്ലൂയിഡ് ഇൻ്റലിജൻസിൻ്റെ പാർട്ടിൽ, ക്രിയേറ്റിവിറ്റിയും തിങ്കിങ് സ്കില്ലിൻ്റെയൊക്കെ പാർട്ടിൽ AIക്കാണ് കുറച്ചും കൂടി പ്രാധാന്യമുള്ളത്. കാരണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, നമുക്ക് പണിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ആളത് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ വാക്കോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ നമുക്ക് ഓർത്തെടുക്കേണ്ടി വരില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയും AIയും ചേർന്നിട്ടാണ് ശരിക്കും നമ്മുടെ
ഈ ഒരു ഫ്ലിൻ എഫക്റ്റിനുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രധാനപ്പെട്ട പങ്കും സോഷ്യൽ മീഡിയ റീവയർ ചെയ്ത് തന്നെയാണ്. പക്ഷേ എയും അതിനെ കൃത്യമായിട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു കത്തിയെടുത്ത് നിങ്ങൾക്ക് കുത്താനും പറ്റും, പഴങ്ങൾ മുറിക്കാനും പറ്റും എന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ അത് അമിതമാകുമ്പോൾ അമൃതും വിഷമാണ്. ഈ ഒരു കണ്ടന്റ് ഓവർലോഡ് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ്, അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് നമ്മൾ പണ്ട് ഈ മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നല്ലൊരു പാഠങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. പാരൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ നല്ലതെന്ന് നമ്മൾ പോലും അറിയാതെ വരുന്ന ഒരു സംഭവമാണ് ഉള്ളിൽ തന്നെ. പക്ഷേ ഇന്ന് നമുക്ക് ഈ കണ്ടന്റ് ഓവർലോഡ് ആയത് കാരണം കൊണ്ട് ആർക്കും എന്താണ് കാണേണ്ടത് അല്ലെങ്കിൽ എന്താണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നൊരു ആശയക്കുഴപ്പം വരുമ്പോൾ അവിടെ ഇമോഷണൽ പോവർട്ടി, എന്താണ് എങ്ങനെ പ്രതികരിക്കേണ്ടത്, ഏത് ഇമോഷൻ, ഇത് ആക്ച്വലി ശരിയാണോ അല്ലെങ്കിൽ ഇതിനെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ, അതായത് പഠനത്തെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ആസ്വദിച്ച് പഠിക്കേണ്ടതാണോ, ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ അതിനിടയിൽ കൂടെ തന്നെ കുട്ടികൾക്ക് വരുമ്പോൾ സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ അടുത്തൊരു മേഖലയ്ക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ WHO ഒരു കണക്ക് പ്രകാരം 13 മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു ശരാശരി ഒരു കുട്ടിയുടെ സ്ക്രീൻ ടൈം 7 മുതൽ 9 മണിക്കൂർ വരെ. അതായത് കുട്ടികളുടെ 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പീക്ക് ടൈമാണ് നമ്മുടെ സ്കൂളിങ്ങിൽ നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അവർക്ക് ഇത്രയും അധികം ഒരു സ്ക്രീൻ ടൈമൊക്കെ വരാൻ എങ്ങനെയാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നിങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഒരിക്കലും നമുക്ക് മാറ്റം വരില്ല. നമ്മൾ വിചാരിക്കുന്ന അതൊരു ഇൻബിൽട്ടായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ല, ഇതൊരു പ്യുവർലി മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആംഗിളിൽ, ഒരു മാർക്കറ്റിംഗ് ആംഗിളിൽ, ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ ഡിസൈൻ ചെയ്യപ്പെട്ട സാധനമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് എന്തൊക്കെ ഒരു വൾണറബിലിറ്റി ഉണ്ടോ ആ വൾണറബിലിറ്റീസിനെയൊക്കെ സൈക്കോളജിക്കലി ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ഫീച്ചർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഫീച്ചറിലൊക്കെ നിങ്ങളെ കുടുക്കിട്ട് വെക്കാനുള്ള ഒരു സൈക്കോളജിക് ട്രിക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഫീഡ് എടുത്തു നോക്കുക. നിങ്ങൾ ഫീഡിൽ എന്തുകൊണ്ടാണ് 2 മിനിറ്റിലേക്ക് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ടും 2.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തത്? ഫീഡ് നിങ്ങളെ ലൂപ്പാക്കുന്നുണ്ട്. അത് എക്സാക്ട്ലി കാസിനോസിൽ, ലോട്ടറീസിൽ ഉപയോഗിക്കുന്ന അതേ സൈക്കോളജിയാണ് ഫീഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുന്നതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിസിപ്പേഷനാണ്. അതായത് നമ്മുടെ അൺപ്രെഡിക്റ്റബിലിറ്റിയാണ്. അടുത്തത് എനിക്ക് കിട്ടുമെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിൽ നമ്മുടെ ഡോപ്പമിൻ റിലീസാവും. അപ്പോൾ വീണ്ടും ഞാൻ ലോട്ടറി എടുക്കും, അല്ലെങ്കിൽ കാസിനോയിൽ ചൂതാട്ടം നടത്തും. ഇതേ സാധനം തന്നെയാണ് ശരിക്കും ഫീഡിൽ നടക്കുന്നത്. അതായത് ആദ്യത്തെ റീല് കണ്ടു, അപ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നി. രണ്ടാമത്തെ റീല് കണ്ടു, അതെനിക്ക് അത്ര എക്സൈറ്റിംഗ് അല്ല, പക്ഷേ എൻ്റെ വിശ്വാസം എന്താണ്, അടുത്തത് എക്സൈറ്റിംഗ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തയിലേക്ക് സ്ക്രോൾ ചെയ്യും. അങ്ങനെ നമ്മളെ അൺപ്രെഡിക്റ്റബിൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതൊരു വലിയൊരു എൻജിനീയർഡാണ്. അതേപോലെ സ്റ്റാറ്റസ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഏതൊരു മനുഷ്യനും സോഷ്യൽ വാലിഡേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രോഫീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷോറൂമിൽ വെക്കുന്നത്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ വെച്ചാൽ പോരെ. കാരണം സോഷ്യൽ വാലിഡേഷൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ആണ് എന്ന് വരുത്തി തീർക്കാൻ സ്റ്റാറ്റസ് ഇടുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ സ്റ്റോറി തുടങ്ങിയത്. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ വൾണറബിലിറ്റി ഉണ്ടോ ആ വൾണറബിലിറ്റീനെയൊക്കെയാണ് അവർ ഓരോ ഫീച്ചറായിട്ട് ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഫിൽറ്റർ നിങ്ങളുടെ നിങ്ങളുടെ രൂപത്തിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കുറവിനെയാണ് ശരിക്കും ഫിൽറ്റർ പരിഹരിച്ചു തരുന്നത്. ഫിൽറ്റർ പല രൂപത്തിൽ നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപം നിങ്ങൾ സെലക്ട് ചെയ്യും. അവതാറുകൾ നിങ്ങൾക്ക് അതാണ് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഹാക്ക് ചെയ്തതാണെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു അവെയർനെസ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ കുഴിയിലേക്ക് വീണ്ടും വീണു പോകും എന്നുള്ളതാണ് ശരിക്കും പറയാനുള്ളത്. ഫിൽറ്ററൊക്കെ ഉപയോഗം എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണോ ആക്ച്വലി നമ്മളൊരു എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു മോക്കൊരു മറയ്ക്കാൻ വേണ്ടി ഫിൽറ്റർ ഇടുമ്പോൾ ആക്ച്വലി അവിടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. അത് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളാവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നേടിയെടുക്കുകയാണ്. അതൊരു സെക്കൻഡ് വേൾഡാണ് ശരിക്കും നമ്മൾ സൃഷ്ടിക്കുന്നത്. റിയൽ വേൾഡും സെക്കൻഡ് വേൾഡും തമ്മിലൊരു ഭയങ്കരമായ വ്യത്യാസമുണ്ട്. നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വേൾഡ് അവിടെ സൃഷ്ടിക്കുകയും അവിടെ നമ്മൾ അഭിരമിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും, റിയൽ വേൾഡ് വേറൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത്, റിയാലിറ്റി വേറൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ള
ആ ഒരു തിരിച്ചറിവാണ് പലപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അത് ഉണ്ടായാൽ മാത്രമേ ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ പറ്റുള്ളൂ. അതെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കപ്പെടുന്ന മറ്റൊരു കാര്യമായിട്ട് ഇപ്പോൾ ഈ അടുത്ത് കേൾക്കാനിടയായതാണ് നമ്മുടെ ഇമോഷണൽ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ. അതായത് അവർക്ക് കണ്ടൻസ് എപ്പോഴും ഭയങ്കര നല്ല BGM ഒക്കെ ഇട്ട് നല്ല ടപ്പ് ആ രീതിക്ക് ഡോപ്പമിൻ ഓവർ റേറ്റഡ് ആയിട്ട് വരുന്ന കണ്ടൻസ് കിട്ടുമ്പോൾ ഒബിയസ്ലി യൂസേഴ്സിന് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആപ്സ് വൺസ് ടാർഗറ്റഡ് ഫോർ യൂസേഴ്സ്, പക്ഷേ ഇപ്പോൾ ആക്ച്വലി യൂസേഴ്സ് അല്ല, അവർക്ക് അറ്റൻഷനാണ് വേണ്ടത്. അപ്പോൾ ഹ്യൂമൻ അറ്റൻഷൻ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോംസ് ആർ നോട്ട് ആക്സിഡൻ്റൽ ബട്ട് ദേ ആർ എഞ്ചിനീയർഡ് എന്ന് പറയുന്നത് പോലെ കറക്റ്റ്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അത്രയ്ക്കും ഓരോ ഹാക്കിംഗ് ഒരു പരിപാടിയാണ്, ഓരോ ഫീച്ചറിൻ്റെ പിന്നിലും നമുക്ക് കാണാൻ പറ്റും. 1990-കളിൽ വന്നൊരു വാക്കാണ് അറ്റൻഷൻ എക്കണോമി എന്ന് പറയുന്ന ഒരു വാക്ക്. 90-കൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫേസ്ബുക്കും അതുപോലെ തന്നെ യൂട്യൂബും ഒക്കെ ചെയ്തത് ഈ അറ്റൻഷൻ എക്കണോമിയാണ്. അതായത് ആളുകളുടെ അറ്റൻഷനെ പിടിച്ചു വെക്കുകയും അതിനെ പൈസയാക്കുകയും ചെയ്യുന്നതിനെയാണ് ശരിക്കും നമുക്ക് അറ്റൻഷൻ എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ അറ്റൻഷൻ പിടിച്ചു വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്യുവർലി എഞ്ചിനീയർഡ് ആയിരിക്കണം, പ്യുവർലി ഡിസൈൻഡ് ആയിരിക്കണം. ആ ഡിസൈനിങ് മാത്രമേ അവർ ചെയ്തുള്ളൂ. പക്ഷെ ആ കുഴിയിൽ വീഴാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. യെസ്. അപ്പോൾ നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ വാലിഡേഷൻ, അല്ലെങ്കിൽ നമുക്ക് അതിപ്പോൾ ആക്ച്വലി നമ്മുടെ നാച്ചുറൽ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു ക്വാണ്ടിഫയബിൾ ആയിട്ടല്ല നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ഓരോ ആൾക്കാരിനെ നമുക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് റെസ്പെക്റ്റൊക്കെ നമുക്ക് അവരുടെ സ്ഥാനങ്ങളൊക്കെ വെച്ച് നമ്മൾ പരിഗണിച്ച് നമ്മൾ വരുമ്പോൾ വരും. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം ക്വാണ്ടിഫയബിൾ ആയിട്ട്, അതായത് എത്ര ലൈക്കുകൾ കിട്ടുന്നു എന്നതിനെ ആസ്പദമായിക്കൊണ്ട്, അല്ലെങ്കിൽ എത്ര ഷെയറുകൾ കിട്ടുന്നു എന്നതിനെ ആസ്പദമായിക്കൊണ്ട്, എത്രത്തോളം എന്ന് പറയുമ്പോൾ കുറച്ച് ലൈക്കുകൾ കുറഞ്ഞു പോയെങ്കിൽ അതിൻ്റെ പേരിൽ ഡിപ്രഷൻ ആയിക്കൊണ്ട് പിന്നെ ഒരുപാട് ബിഹേവിയറിൽ തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ കുറേ ലൈക്കുകൾ കൂടുതൽ കിട്ടുമ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആവുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ശരിക്കും എവിടെയാണ് നമുക്ക് റിയൽ ഹാപ്പിനെസ്സിനെയും അതുപോലെ വിർച്വൽ ഹാപ്പിനെസ്സിനെയും വേർതിരിക്കാൻ പറ്റുന്നത്? അതുപോലെ ഇതെങ്ങനെ നമുക്ക് പാരൻസിന് എങ്ങനെ ഇത് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിക്ക് ഒരു കുട്ടിനെ വളർത്തിയെടുക്കാൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് സാധിക്കും? നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അതായത് കുട്ടികളുടെ സോഷ്യൽ മീഡിയ കാരണം അവർക്കൊരു ഓവർ കോൺഫിഡൻസ് വരുന്നൊരവസ്ഥ പൊതുവെ എല്ലാവർക്കും, കുട്ടികൾക്കും പ്രൊഫഷണൽസിനൊക്കെ കാണുന്നുണ്ട്. പാരൻസും കുട്ടിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എഐയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒരു അമിതമായൊരു കോൺഫിഡൻസ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു റീല് കാണുമ്പോഴേക്കും ഞാനിത് പഠിച്ചു, അല്ലെങ്കിൽ ഒരു AI തന്ന ഒരു 100 വരിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു 100 ലെറ്ററുള്ള ഒരു പാരഗ്രാഫിൽ നിന്ന് ആ ഒരു സാധനം കിട്ടുമ്പോഴേക്കും ഞാൻ എല്ലാം ആയി എന്നുള്ളൊരു ധാരണ കുട്ടിക്ക് വരുന്നുണ്ട്. അതിനെ സൈക്കോളജിയിൽ പറയുന്നൊരു പേരാണ് ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയും. ഡണ്ണിങ് ക്രൂഗർ എഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺഫിഡൻസും നോളജും തമ്മിലുള്ളൊരു ഗ്രാഫാണ്. അത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോളജ് കുറവുള്ള ആളുകൾക്കാണ് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റിയൽ വേൾഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? ഒരു വാലി ഓഫ് ഡെസ്പിറേഷനിലേക്ക് വീഴും. അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്, അയ്യോ ഞാനൊന്നും ആയിട്ടില്ല. പിന്നെയാണ് അവൻ മാസ്റ്ററിയിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നോളജ് നമ്മൾ പിന്നെ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പൊതുവെ മലയാളത്തിൽ പറയാറുണ്ട്. അതായത് കുറച്ച് അറിവുള്ളവനാണ് ആളെ കൊല്ലുക എന്ന് പറയാറുണ്ട്. ഒന്നും അറിയാത്തവനെ വലിയ പ്രശ്നമില്ല. ഇവിടെ അതാണ് പ്രശ്നം. അതായത് കുറച്ചറിവ് വെച്ച് ഞാൻ കോൺഫിഡൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അൽഗോരിതം ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. ഞാൻ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു ധാരണ അൽഗോരിതം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞാൻ അതിനെക്കുറിച്ച് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പം ഒരു ന്യൂട്രീഷനെ കുറിച്ച് പറയുകയാണ്, ഞാൻ ആ ഒരു ന്യൂട്രീഷൻ എന്നുള്ള ഒരു സാധനത്തെക്കുറിച്ച് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊരു സൈഡ് കേട്ടാൽ മാത്രമാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു പുകമറയാണ്, ഒരു വാനിറ്റി മെട്രിക്സ് ആണ്. റിയൽ മെട്രിക്സുമായിട്ട് അതിനൊരു ബന്ധമില്ല. ആ ആളുകളുടെ എണ്ണമായിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നതോ കാണുന്നതോ. പക്ഷെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഇട്ട വീഡിയോ ഇത്രയും ആൾ ലൈക്ക് ചെയ്തത് കൊണ്ട് അയാൾ എന്നെ സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അത് മേ ബി ചിലപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആൾക്കുള്ള ലൈക്കായിരിക്കാം, ചിലപ്പോൾ ക്യാമറാമാനുള്ള ലൈക്കായിരിക്കാം, ചിലപ്പോൾ മ്യൂസിക് ചെയ്ത ആൾക്കുള്ള ലൈക്കായിരിക്കാം. അപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മളുടെ പെർഫോമൻസ് കൊണ്ടോ ഇതായിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു റിയാലിറ്റിയുടെ പ്രശ്നമാണ്. നമ്മളൊരു റീല് വെച്ചിട്ടല്ല നമ്മളുടെ കോൺഫിഡൻസിനെ മെഷർ ചെയ്യുന്നത്. ഞാൻ ഈ അടുത്തിടെ ഡിജിറ്റൽ വാലിഡേഷൻ എത്രത്തോളം ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്തിടെ എനിക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യം, ഞാൻ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ടൊരു ചുമ്മാ എനിക്കൊരു വളരെ
റാൻഡമായിട്ട് ഞാനൊരു കേസ് സ്റ്റഡി നടത്തിയത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാൻ ഇപ്പോൾ വളരെ അധികം കുട്ടികളിൽ ലിപ്സ്റ്റിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ആളുകളോട് റാൻഡമായിട്ട് എന്തുകൊണ്ടാണ് ലിപ്സ്റ്റിക്ക് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. അത് ഈ അടുത്തിടെയാണ് ആ ട്രെൻഡ് വന്നത്. അതിനുള്ള കാരണം സോഷ്യൽ വാലിഡേഷനാണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാതെ ഇതിനു മുമ്പ് ജീവിച്ചിരുന്നവർ അങ്ങനെ ആയിരുന്നോ? അല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ ഒരു ബ്രെയിനിനെ റീവയർ ചെയ്യപ്പെട്ടു. എന്ത്, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഒരു പ്രൗഡി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നു. എന്താണ് ജിമ്മിനെ കുറിച്ചിട്ടുള്ള അവസ്ഥ? ഇത്രയും കാലം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചൊന്നും അവെയർ ആവാത്ത ആളുകളായിരുന്നു. ജിമ്മ് ഒരു അതാണ് ട്രെൻഡ് എന്ന് പറയുന്നൊരു സാധനം. ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയില്ലെങ്കിൽ നമ്മളൊക്കെ മണ്ടന്മാരാണ് എന്നുള്ള ഒരു സോഷ്യൽ വാലിഡേഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വേറിട്ട വഴികളിലൂടെ ചിന്തിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെ മറികടക്കാനുള്ള വഴി കൃത്യമായിട്ട് നമുക്കൊരു മെട്രിക്സ് വേണം. അതായത് ഇതിനെ മെഷർ ചെയ്യപ്പെടാൻ ഇതിൻ്റെ റിയാലിറ്റി എത്രത്തോളം റിയാലിറ്റി ഉണ്ട്, ഇത് എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ ചില മെട്രിക്സുകൾ വെച്ച് നമ്മൾ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തൊരു മെട്രിക്സ് വെച്ച് മെഷർ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഒരിക്കലും ഈ വാനിറ്റി മെട്രിക്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതാണ് ശരി എന്നുള്ള ധാരണയുടെ കൂടെയോ പോകരുത്. എപ്പോഴും ഈ അൽഗോരിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് കേൾക്കുന്നത് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 ആളുടെയെങ്കിലും ഒപ്പീനിയൻ എടുത്ത് അതിൽ നിന്നൊരു ഒരു ഒപ്പീനിയൻ രൂപപ്പെടുത്തുമ്പോഴാണ്, മിനിമം 3 ആളുടെയെങ്കിലും ഒപ്പീനിയൻ എടുത്ത് ഒരു പുതിയ ഒപ്പീനിയൻ രൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വരുന്നൊരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് നമ്മൾ ഓർക്കുമ്പോൾ വീട്ടിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു അന്യം വേറെ ആൾക്കാർ വരണ്ട വരുമ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്നു പറഞ്ഞാൽ മക്കളെ പേടിപ്പിക്കുക നമ്മൾ, വീട്ടിൻ്റെ പുറത്തുള്ള ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സ് വരുമ്പോൾ. പക്ഷേ ഇന്ന് ആക്ച്വലി വീട്ടിൻ്റെ അകത്തുള്ള മൊബൈലിൻ്റെ ഉള്ളിലുള്ള ഈ അൽഗോരിതം വന്ന് കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭയാനകതയായിട്ടുള്ള അവസ്ഥയാണ്. ഇതൊക്കെ മനസ്സിലാക്കി വരുന്നൊരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ ഇപ്പോൾ അതായത് എൻ്റെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അപ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ആയിക്കൂടാ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോമോ തോട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഫോമോ എത്തിപ്പെടുന്നത് ഓരോ കുട്ടികളും, അതുപോലെ എങ്ങനെ നമുക്ക് ഇതിനെ പരിഹരിക്കാം എന്നുള്ളത്? മനുഷ്യൻ്റെ ഒരു പൊതുവെയുള്ളൊരു സ്വഭാവമാണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ആളുകളെ വെച്ചിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നത്. അത് പഴയ കാലം മുതൽ നമ്മൾ മനുഷ്യനൊരു സോഷ്യൽ ജീവി ആയതുകൊണ്ട് തന്നെ മാസിൻ്റെ സ്വഭാവമാണ് എപ്പോഴും മനുഷ്യൻ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള പിയർ ഗ്രൂപ്പ്, അതാണ് പിയർ പ്രഷർ എന്നൊക്കെ പറയുന്നത്. പിയർ ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത്? പിയർ ഗ്രൂപ്പ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം, അതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഭയത്തിൽ നിന്നാണ് ശരിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നു, അല്ലെങ്കിൽ അവൻ ഇന്ന ഒരു മൊബൈൽ മേടിക്കുന്നു, അല്ലെങ്കിൽ ഇന്നൊരു വണ്ടിയുടെ കൂടെ നിൽക്കുന്നു, അപ്പം ഞാനത് ഇട്ടില്ലെങ്കിൽ എന്നെ മറ്റാളുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളൊരു അമിതമായ പേടിയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ കാരണം. അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുമോ, ഞാൻ ഈ ഒരു സൊസൈറ്റിയുടെ പാട്ടാവാതെ ഞാൻ വേറൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്നെ പിടിച്ച് പുറത്താക്കുമോ എന്നൊക്കെയുള്ള ഒരു ഓവർ തിങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു ഒരു സൊസൈറ്റിയുടെ സ്വഭാവം എനിക്കില്ല, അല്ലെങ്കിൽ ഞാനൊരു വട്ടനാണ് എന്ന് പറയപ്പെടുമോ, വേറൊരു വേൾഡിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുമോ എന്നുള്ളതാണ് ശരിക്കും പേടി. പക്ഷേ ആ ഒരാളായിരിക്കും മാറി ചിന്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പം മാസിൻ്റെ സ്വഭാവം എപ്പോഴും ശരിയായ സ്വഭാവം ആവണം എന്നില്ല. മാസ് ചിന്തിക്കുന്നത് എപ്പോഴും ശരിയായ സ്വഭാവം ആവണമെന്ന്, പക്ഷെ നമ്മുടെ ഭൂരിഭാഗം പേരുടെയും ചിന്ത എല്ലാവരും പറയുന്നതാണ് ശരി എന്നുള്ളതാണ്. അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ കംഫർട്ട് സോണിലാണ്. കാരണം എതിർക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് എതിർക്കാം എന്നുള്ളതാണ്. അത് പൊതുവേ നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ കേസ് തന്നെ എടുത്താൽ മതി. ഇപ്പോൾ വൈകി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി പറയാൻ മടിയായിരിക്കും. ഒരു 4-5 ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും. കാരണം എന്താ, മാസ് എല്ലാവർക്കും കൂടിയാണ്, അത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിക്കേണ്ടത്. നമ്മളുടെ സ്വയം ഡിസിഷൻ രൂപീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ഡിസിഷനെ പോലും ആര് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്? എഐയും സോഷ്യൽ മീഡിയയും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ലൈസൻസ് ഇല്ല എന്നുള്ളത് വളരെ
ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. നമുക്ക് ഒരു നിലക്കുള്ള ലൈസൻസും ഇപ്പോൾ എന്ന് പറയുമ്പോൾ ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ സെൻസർഷിപ്പ് ഇപ്പോൾ സിനിമകളൊക്കെ കാണുമ്പോൾ സെൻസർഷിപ്പ് കുറച്ച് അറ്റ്ലീസ്റ്റ് ചില വേണ്ടാത്ത വാക്കുകൾ പറയുമ്പോഴും അതുപോലെ സീനുകളൊക്കെ വരുമ്പോൾ അങ്ങനെ ബ്ലറിങ് കാര്യങ്ങൾ എഫക്റ്റൊക്കെ സിനിമയിലെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷേ ഈ സോഷ്യൽ മീഡിയ അടുത്തേക്ക് വരുമ്പോൾ അവിടെ സെൻസർഷിപ്പ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ WHO കണക്ക് പറഞ്ഞ പോലെ 9 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈമുള്ള ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻസ് കൺസ്യൂം ചെയ്ത് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ആഘാതം അതുമൂലം? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്നത് റിവാർഡുകളിലേക്കാണ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് റിവാർഡുകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ആരും ആ പ്രോസസ്സിലോ അത് എത്തിക്കലായിരിക്കണമെന്നോ ഒന്നുമല്ല, അതിന് വാല്യൂ കൊടുക്കുന്നോ ഒന്നുമല്ല. ആളുകൾ കൂടുതൽ കണ്ടാൽ മാത്രമേ എനിക്ക് റിവാർഡ് കിട്ടുള്ളൂ, അതുകൊണ്ട് റിവാർഡ് എനിക്ക് കിട്ടുന്ന രീതിയിലേക്കുള്ള കോണ്ടൻറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിൽ സംശയമൊന്നുമില്ല. വളരെ കുറച്ച് പേര്, വിരലിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 10% മാത്രമാണ് റിയൽ ഇൻസൈറ്റ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ളവരെന്ന് പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അവരും ചെയ്യുന്നത് ഈ ക്യൂരിയോസിറ്റി ട്രിഗർ ചെയ്യുന്ന കോണ്ടൻസിനെ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ മനുഷ്യന് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉള്ള ഭക്ഷണവും സെക്സും അത്തരത്തിലുള്ള വളരെ ഹോട്ടായിട്ടുള്ള വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്യൂരിയോസിറ്റി ജനിക്കുകയും അവൻ ഇതിനെക്കുറിച്ച് തേടിപ്പോവുകയും മറ്റ് വഴികളിലേക്ക് എത്താനുമുള്ള വളരെയധികം സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ട്, ഇപ്പോൾ യൂട്യൂബ് കിഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നുകിൽ ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് വേറെ തന്നെ പ്ലാറ്റ്ഫോം ചെയ്യാം. പരമാവധി ഇത്തരം സ്ക്രീൻ ടൈമോ ഒഴിവാക്കുന്ന രീതിയിലേക്ക് പാരൻസ് മറ്റ് ബ്രെയിൻ ഗെയിമുകളിലേക്കോ മറ്റ് ആക്ടിവിറ്റികളിലേക്കോ മറ്റ് എക്സ്പ്ലോറേഷൻ ആക്ടിവിറ്റി, പുതിയ ന്യൂ സ്കിൽ ലേൺ ചെയ്യുന്ന പോലെയുള്ള ആക്ടിവിറ്റികളിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും സ്ക്രീൻ ടൈം അതിന് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കണ്ണിനുള്ള എഫക്റ്റുകൾ, നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, ഹോർമോണിൽ വരുന്ന റെഗുലേഷൻസ്, ഡോപ്പമിനിൽ വരുന്ന റെഗുലേഷൻ, അങ്ങനെ ഒരുപാട് ബയോളജിക്കലായിട്ടും ബിഹേവിയറലായിട്ടും ന്യൂറലായിട്ടും ഒക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നല്ലത് ഓഫ്ലൈനായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർക്ക് സെൻസർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വേണം. അല്ലെങ്കിൽ ഈ ക്യൂരിയോസിറ്റി, ഏതൊരു മനുഷ്യനും ക്യൂരിയോസിറ്റിയാണ്, മനുഷ്യൻ്റെയും ക്യൂരിയോസിറ്റിയാണ് എല്ലാവരും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് കാണാതിരിക്കാൻ പറ്റുന്നൊരവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമുക്ക് വിലക്കാൻ പറ്റില്ല. അത് ആര് വിലക്കണം? സോഷ്യൽ അതോറിറ്റീസ് വിലക്കണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ അത് വിലക്കി നമ്മൾ മറ്റൊരു രീതിയിലേക്ക് അതിനെ റീറൂട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ബീങ് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു മെഡിക്കൽ കോളേജിൽ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലയളവിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷോർട്ട് റീൽസിൻ്റെ ഒക്കെ ഈ ഒരു കാലയളവിൽ നമുക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ഒരു പകുതി പേജ് വായിക്കുമ്പോഴേക്കും നമുക്ക് മടുക്കുന്ന, അതായത് അറ്റൻഷൻ സ്പാൻ അത്രയും കമ്മിയായി പോകുന്ന, അത് സ്റ്റുഡൻസിൻ്റെ അതിലായി കഴിഞ്ഞാലും ഇനി കോളേജായാലും സ്കൂളായി കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ്. അതുപോലൊരു പുസ്തകം വെച്ചിട്ട് നമ്മളിപ്പോൾ യാത്രയ്ക്കൊക്കെ ഇപ്പോൾ എത്ര പേര് ഒരു കൂടെ പുസ്തകം കൊണ്ടുപോകുന്നുണ്ട് യാത്രയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ വളരെ കുറച്ച് പേർക്കാണ് നമുക്ക് അത് കാണാൻ, കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അപ്പോൾ ആക്ച്വലി അറ്റൻഷൻ സ്പാനിനെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം ബാധിക്കുന്നത്? അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2000 സമയങ്ങളിൽ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 12 സെക്കൻഡ് ആയിരുന്നു, 12 സെക്കൻഡ് ആയിരുന്നു. നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ആസ് ഡംബ് ആസ് ഗോൾഡ് ഫിഷ് എന്ന് പറയും. ആസ് ഡംബ് ആസ് ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷിൻ്റെ അറ്റൻഷൻ സ്പാൻ 9 സെക്കൻഡാണ്. പക്ഷേ മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ 2012 ആയപ്പോഴേക്കും അത് 8 സെക്കൻഡിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗോൾഡ് ഫിഷിനെ കളിയാക്കാൻ പാടില്ല. ഇറ്റ്സ് എ മിത്താണെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ അത്രയും കുറഞ്ഞു എന്നാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് 7.25 അല്ലെങ്കിൽ 7 to 7.5 ഇടയിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നത്? അറ്റൻഷൻ സ്പാൻ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ മൊത്തമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് വീഡിയോ മൊത്തമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു തുടങ്ങി, പക്ഷേ ഡോപ്പമീൻ നമുക്ക് റഷ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും സ്കിപ്പ് ചെയ്യും. അടുത്തത് വീണ്ടും കണ്ടു തുടങ്ങും, സ്കിപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഡോപ്പമിൻ കിട്ടുന്നത് മാത്രം കണ്ടാൽ മതി എന്നുള്ള ഒരു ധാരണയിലേക്ക് വരും. ഈ ഡോപ്പമിനെ ഓവർകം ചെയ്യാൻ ഏത് ഡോപ്പമിന് പറ്റില്ല? പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഡോപ്പമിന് പറ്റില്ല. അപ്പോൾ അവൻ എന്തേ ചെയ്യുള്ളൂ? ഈ റീൽ കോണ്ടൻസിലേക്ക് പോവുള്ളൂ. ഇതാണ് ഇതിൻ്റെ
പ്രധാനപ്പെട്ട ഇതിൻ്റെ പ്രശ്നം പറയുമ്പോൾ ഈ സ്റ്റുഡൻസ് ഒക്കെ ആകുമ്പോൾ അവർ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഡോപ്പമിൻ റഷ് നമുക്ക് ഈ മൊബൈലിലൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതേപോലെ അവർക്ക് ഡോപ്പമിൻ കിട്ടാതെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 40 മിനിറ്റിൻ്റെ ലെക്ചറിൽ ഇരിക്കാൻ പറ്റില്ല. അതെ ഇരിക്കാൻ പറ്റില്ല. പറ്റാതായിട്ട് അപ്പോൾ വരും. എന്താ പ്രശ്നം? ബ്രെയിൻ എല്ലാ സമയത്തും ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. ഈ ഡോപ്പമിൻ, ഇതിനേക്കാൾ വലിയ ഡോപ്പമിൻ കിട്ടിയാൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് പലരും ഡ്രഗ്സിലേക്ക് പോകുന്നത്. ഇതിനേക്കാൾ വലിയ ഡോപ്പമിനാണ് ഡ്രഗ്സ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഡോപ്പമിനാണ് ഗെയിംസ്. അത്തരത്തിലുള്ള ഇതിനേക്കാൾ വലിയ അഡിക്ഷനിലേക്ക് ആളുകൾ പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആയി നിൽക്കുന്ന, ഡോപ്പമിൻ കിട്ടുന്ന, അതായത് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന അവസ്ഥയിൽ നിന്ന് ന്യൂട്രൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയുടെ, അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കുന്നത് കുറച്ച് കൊണ്ടുവരാനാണ് വേണ്ടത്. ബ്രെയിൻ എപ്പോഴും ഡോപ്പമിൻ വരുന്നതാണ് ശരിക്കും നമ്മുടെ എഫേർട്ട് അവോയ്ഡ് ചെയ്യാനുള്ള കാരണം. റിയൽ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ റിയൽ ഗ്രോത്ത് നടക്കുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കാം. യെസ്, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് വിദഗ്ധരൊക്കെ നമുക്ക് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ബോർഡം ഈസ് ദി സൂപ്പർ പവർ എന്ന്. കറക്റ്റ്. ഇന്നത്തെ ഒരു കാലത്ത് അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഈ ഒരു ഇതിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്ലിൻ എഫക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ബോർഡം ഇല്ലാത്തത് കൊണ്ടാണ്. അത് ബോർഡം ഈസ് ദ ഗേറ്റ് വേ ടു ക്രിയേറ്റിവിറ്റി എന്നാണ് നമ്മൾ ബിഹേവിയറൽ സയൻസിൽ പറയാം. കാരണം ബോർഡം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയേറ്റീവ്. അതിൻ്റെ ഒരു ബിഹേവിയറൽ ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിൻ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ആക്റ്റീവായിട്ടിരിക്കുകയാണ്. പക്ഷേ ബോർഡമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ബ്രെയിൻ ന്യൂട്രൽ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ, വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ വളരെ കൂളായിട്ട് നിൽക്കുന്ന, ന്യൂട്രൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന ബ്രെയിനാണ് ബോർഡം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിന് എപ്പോഴും വേണ്ടത് ആക്റ്റീവായിട്ടിരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നതും ക്രിയേറ്റീവായി തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജയിലിൽ കിടക്കുകയാണ്, ബോറടിച്ചിരിക്കുകയാണ്, അപ്പോഴാണ് നമുക്ക് ചിലപ്പോൾ ചിന്ത വരിക, ഒന്ന് എഴുതി നോക്കാം, അല്ലെങ്കിൽ ഒരു പിന്നെ ചോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വരച്ചു നോക്കാം. കാരണം എനിക്ക് ആ ന്യൂട്രൽ സ്റ്റേറ്റിനെ എന്താക്കണം, സ്റ്റിമുലേറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. അതുകൊണ്ടാണ് എല്ലാ ക്രിയേറ്റിവിറ്റിയും വന്നിരിക്കുന്നത് ഒന്നെങ്കിൽ ജയിലിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ യാത്രകളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ റൂം എടുത്ത് എഴുതി. ഇപ്പോൾ കഥകളൊക്കെ എഴുതാൻ വേണ്ടി റൂം എടുത്ത് എഴുതാറുണ്ടെന്ന് പറയാം. കാരണം ബോർഡമാണ്. അപ്പോൾ എപ്പോഴും ബോർഡം വേണം. നമ്മൾ ക്രിയേറ്റീവായിട്ടിരിക്കണമെങ്കിൽ ബോർഡം വേണമെന്നല്ല. പക്ഷേ നമ്മൾ ബോറടിക്കാനുള്ള അവസരം ഒന്നും കൊടുക്കുന്നില്ല. ബോറടിച്ചാൽ പ്രശ്നമാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി പിന്നെ തിയേറ്ററുകളിലും ഇതിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആളുകൾ സിനിമ മൊത്തം കാണാതെ നീച്ചു പോകുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ ലാഗ് വന്നാൽ പോലും അവനെ അവിടെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. കാരണം ഡോപ്പമിൻ കിട്ടുന്നില്ല അവന്. അപ്പോൾ അത്രയ്ക്കധികം ആസക്തി, അഡിക്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫോണ് ഇല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾക്കൊരു വെപ്രാളം വരികയാണ്, അല്ലെങ്കിൽ ഫോൺ എടുത്ത് നോക്കിയാൽ മാത്രമേ ഡോപ്പമിൻ കിട്ടുന്നുള്ളൂ എന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അഡിക്ഷൻ തന്നെയാണ് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കണം. യെസ്, അതുപോലെ നമ്മൾ അതിൻ്റെ ഒരു റെമഡിയൽ സൈഡിലേക്ക് നമുക്കതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള നിലക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് നമ്മുടെ ഒബിയസ്ലി ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇങ്ങനെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പാരൻസ് ആണ് ഇതിന് ഏറ്റവും നന്നായിട്ട് അവർക്കൊരു റോൾ മോഡലായിട്ട് കാണിക്കേണ്ടവരും, അതുപോലെ അതിന് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കുട്ടികളുടെ തന്നെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഇപ്പോൾ അപ്പയും എങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരുടെ സ്വഭാവം, ആ എൻവയോൺമെൻ്റ് ആണ് അവരെ ബിഹേവിയറൽ ബിൽഡ് ചെയ്യിപ്പിക്കുന്നത്. യെസ്, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം പാരൻസ് സോഷ്യൽ മീഡിയയോടും അതുപോലെ ഇതിനൊക്കെ ബിഹേവിയർ കാരണം കൊണ്ട് ഒരു കുട്ടിക്ക് ബെനിഫിറ്റഡ് ആയിട്ട് മാറാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. ശരിക്ക് പാരൻറ്റിന് വലിയൊരു റോളുണ്ട് കുട്ടിയുടെ ബിഹേവിയർ ബിൽഡ് ചെയ്യുന്നതിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരൻസിനെ കൃത്യമായിട്ട് കുട്ടി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും എന്നിട്ട് കുട്ടിയോട് സോഷ്യൽ മീഡിയ എടുത്തു വെക്കാനും പറയുന്നതിലുള്ള ഒരു വൈരുദ്ധ്യം വളരെ വലുതാണ്. അതുകൊണ്ട് അവർ തന്നെ റോൾ മോഡലാക്കുക എന്നുള്ളതാണ്. അവർക്കൊരു വേണമെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ റെമിഡി എന്ന രീതിയിൽ ഒരു മത്സരം പോലെ ആരാണ് ഏറ്റവും കൂടുതൽ കുറയ്ക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് ചലഞ്ച് രീതിയിലൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അത് ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ അതൊരിക്കലും നടക്കില്ല. അത് ആദ്യം മനസ്സിലാക്കണം. പലരും ഉണ്ട്, ഞാൻ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അത് എന്നിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് പറയും സാർ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. ഒരിക്കലും അത് പറ്റില്ല. കാരണം ഹൈ ഡോപ്പമിൻ ലെവലിനെ നിങ്ങൾ ഒറ്റയടിക്ക് കുറച്ച് കൊണ്ടുവരാമെന്ന് പറയുന്നത്
അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ ദിവസവും ഒരു 5 മിനിറ്റ് വെച്ച്, നമ്മൾ 4 മണിക്കൂറാണ് യൂസേജെങ്കിൽ ഒരു 5 മിനിറ്റ് ആദ്യം കുറയ്ക്കുന്നു, പിന്നെ കുറയ്ക്കുന്നു. എങ്ങനെ കുറയ്ക്കാം? ഇതൊരു ചോദ്യമാണ്. പ്രൊഡക്ടിവിറ്റി ആപ്പുകൾ ഉപയോഗിക്കാം. പ്രൊഡക്ടിവിറ്റി ആപ്പുകളിൽ സ്ക്രീൻ ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതായത് ലോക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് എത്ര സമയം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാനൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. 30 മിനിറ്റ് ആണെങ്കിൽ 30 മിനിറ്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി അഡീഷണൽ തേർഡ് പാർട്ടി ആപ്പുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. അതൊരു മെത്തേഡാണ്. 2 ഫ്രിക്ഷൻ കൂട്ടുക എന്ന് നമ്മൾ പറയും. സൈക്കോളജിയിൽ പൊതുവെ പറയുന്നൊരു പേരാണ് ഫ്രിക്ഷൻ. അത് നിങ്ങളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാകുമ്പോഴേ പ്രശ്നമുള്ളൂ. അത് നിങ്ങൾ വേറൊരു റൂമിൽ വെച്ച് കിട്ടാത്ത സ്ഥലത്ത് പൂട്ടി വയ്ക്കുകയോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി എടുക്കാനുള്ളൊരു മടി കൊണ്ട്, പൊതുവേ മനുഷ്യനൊരു നാച്ചുറൽ ലേസി ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പോയി എടുക്കാൻ മടി കൊണ്ട് കുറച്ച് നേരം അവിടെ വെറുതെ ഇരിക്കാം എന്നുള്ളൊരു തോട്ട് വരും. അപ്പോൾ ഫ്രിക്ഷൻ കൂട്ടുക, നമുക്ക് കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് ഇതിനെ കൂടുതൽ മാറ്റി വെക്കുന്ന രീതിയിലേക്ക് മാറ്റാം. 2. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സമയത്തിനെ എൻഗേജ്ഡ് ആക്കാനുള്ള മറ്റ് പാരൽ വഴികൾ ഉപയോഗിക്കുക. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പണ്ടത്തെ പാരൻസ് കുട്ടികളെ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു രീതി, അന്ന് അവർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇന്നത്തെ പാരൻസിന് സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇങ്ങനെയെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇത് കൊടുക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് എസ്കേപ്പിസമാണ്. ശരിക്കും അതാണ് ഏറ്റവും കൂടുതൽ ഈ സിറ്റുവേഷനെ വേഴ്സ്റ്റ് ആക്കിയത്. പണ്ട് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ പാരൻസ് നമ്മുടെ കൂടെ ഇരുന്ന് വർത്താനം പറയും, ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് വളരെ കോമൺ ആയിരുന്നു. ക്വിസിങ് കൾച്ചറൊക്കെ വളരെ പണ്ട് കാലത്ത് കോമൺ ആയിരുന്നു. ടി വിയിലും ക്വിസിങ് കൾച്ചർ കാണാമായിരുന്നു. ഇന്ന് എത്ര റിയാലിറ്റി ഷോസ് ഉണ്ട്. ഇന്ന് റിയാലിറ്റി ഷോസ് ഇല്ല, ക്വിസിങ്ങിൻ്റെ റിയാലിറ്റി ഷോ. കൂടാതെ ഞാൻ എപ്പോഴും തമാശയ്ക്കാണെങ്കിലും പറയുന്ന കാര്യമുണ്ട്, ഈ അമ്മമാർ ഈ ബേക്കറി സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കും. അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്വഭാവം ഒരു 90കളിലെ കുട്ടികൾക്കുണ്ട്. അത് ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ഗെയിമാണ്. ഇവരെവിടെയൊക്കെ ഒളിപ്പിക്കാനാണ് സാധ്യത. നമ്മൾ ഡിഡക്ഷനാണ് അതൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ പോയി ഇതൊക്കെ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ക്യൂരിയോസിറ്റി അവർ പറഞ്ഞു തരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെടലാണ് ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം. എത്ര പേര് ഒരു ഡൈനിങ് റൂമിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്, അപ്പോഴും 4 ആളും 4 ഫോണിലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട റെമിഡിയൽ മെക്കാനിസം എന്ന് പറയുന്നത് പരസ്പരം സംസാരിക്കുക, ആശയങ്ങൾ രൂപീകരിക്കുക, തിങ്കിങ് ബ്രെയിൻ ഗെയിംസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, പുസ്തകം വായിക്കുക. പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസും അറ്റൻഷനും കൂടുതൽ കിട്ടും. ഇനി സ്ക്രീൻ ടൈം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ടി വിയിലിട്ട് കണ്ടോ, ടി വി ആകുമ്പോൾ നിങ്ങൾക്ക് അൽഗോരിതമല്ല. ഇനി യൂട്യൂബ് കണ്ടാലും വലിയ പ്രശ്നമില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ലോങ് ഫോർമാറ്റാണ്, പക്ഷേ സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇവിടെ സ്കിപ്പ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ് പ്രശ്നം. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ കാണുള്ളൂ, നിങ്ങൾ ആസ്വദിക്കുന്നത് മാത്രമേ കാണുള്ളൂ, നിങ്ങൾ എഫേർട്ട് അവോയ്ഡ് ചെയ്യും. പക്ഷെ മറ്റേ നിങ്ങൾ നിർബന്ധമായി കാണണം. നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിലും നമുക്കൊരു അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ഇതാണ് സ്വഭാവത്തിലുള്ള പ്രശ്നം. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. ഈ അടുത്തിടെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു. കേരളത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് സ്ട്രൈക്കിംഗ് ആയ ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ഒരു 2 ദിവസത്തിനിടയിൽ 5 ജെൻസീസ് അദ്ദേഹത്തിനെ കാണാൻ വന്നു. ഈ ജെൻസീസ് അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്, അത് കിട്ടണം. അതായത് അവരെ സമാധാനിപ്പിക്കുന്ന, അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞതിനെ ഭയങ്കര വയലൻ്റായിട്ട് പറഞ്ഞ് ഇവർ പോയി എന്നുള്ളതാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അൽഗോരിതം അവരെ ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്തു എന്നുള്ളത്. അതായത് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ എന്താ സംഭവിക്കുക? അല്ലാത്ത കാര്യങ്ങൾ കേട്ടാൽ അഗ്രസീവായിട്ട് വരുന്ന അവസ്ഥയിലേക്ക് മാറും. ഇതാണ് അഡിക്ഷൻ്റെ അഗ്രസീവ്നെസ്സിൻ്റെ പ്രധാനപ്പെട്ട ടീനേജ് വയലൻസിൻ്റെ ഒക്കെ ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം എന്താ, അത്രയും വയലൻ്റ് ആണ്. പിന്നെ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ കുട്ടികൾ അൽഗോരിതത്തിൻ്റെ അടിമപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്ന ഒരു തീർച്ചയായിട്ടും. കാരണം അവർ വേറൊരാളുടെ തോട്ട് പ്രോസസ്സ് കേൾക്കുന്നില്ല. അവരുടെ ശരികൾ, അവർ ശരിയാണെന്ന് വിചാരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് അവർ വീണ്ടും 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 കേൾക്കുന്നത്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, നമ്മൾ സംസാരിക്കുമ്പോൾ ഫാമിലിയിൽ സംസാരം കൂട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ബാപ്പയുടെ ഒപ്പീനിയനും ഉമ്മയുടെ ഒപ്പീനിയനും സിസ്റ്ററിൻ്റെ ഒപ്പീനിയനും ഈ ഒരു വ്യക്തിയുടെ ഒപ്പീനിയനും ഡിഫറൻ്റായി വരുമ്പോൾ അവിടെ പുതിയൊരു ചിന്ത വരികയും പുതിയ ഒരു കാര്യം ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും.
അതാണ് ശരിക്കും റിയാലിറ്റിയിൽ നമുക്ക് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. ഒരു ചോദ്യം കൂടി ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് പാരൻസിന് പറയാനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഈ ഫോണ് വെച്ചേ പറ്റുമോ എൻ്റെ കയ്യിൽ എന്നുള്ള ഒരു സംഗതിയാണ്. നമുക്കിതിന് ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ബദൽ നിർദ്ദേശിക്കുകയാണെങ്കിൽ സാർ. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിയുടെ എല്ലാ അറ്റൻഷനും അതിലേക്ക് ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ബിഹേവിയറൽ സൈക്കോളജിയിൽ പറയുന്നത് ഫ്ലോ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയും. അത് നമ്മൾ അതിൽ മുഴുകിയിരിക്കുക. ഇപ്പോൾ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ മുഴുകിയിരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് മുഴുകിയിരിക്കുക. ഇത് ഫ്ലോ സ്റ്റേറ്റ് ആണ്. ഈ ഫ്ലോ സ്റ്റേറ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചാലഞ്ചും സ്കില്ലും ഓൾമോസ്റ്റ് സിമിലർ ആവുന്ന സമയത്തായിരിക്കും ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടാവുക. ഓൾമോസ്റ്റ് സിമിലർ ആവണം. ഉദാഹരണത്തിന് നമ്മുടെ സ്കില്ല് വളരെ കൂടുതലാണ്, ചെറിയ ചാലഞ്ചാണ്, എന്താ സംഭവിക്കുക? ബോറടിക്കും. നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിലോ നമുക്ക് ഒരു ആൻസൈറ്റി വരും, പേടി വരും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ആവുമ്പോൾ എന്തായി, നമ്മുടെ സ്കില്ല് വരുന്നു, അപ്പോൾ നമുക്ക് എഫേർട്ട് കിട്ടുന്നു, അപ്പോൾ കുറച്ചും കൂടി കൂട്ടി. അതാണ് ഗെയിമിൽ ചെയ്യുന്നത്. ആദ്യത്തെ ലെവൽ കുറച്ച് സിമ്പിളായിരിക്കും, അപ്പോഴേക്കും നമ്മുടെ സ്കില്ല് ഇങ്ങനെ കയറ്റി കൊണ്ടുവരും, അപ്പോഴേക്കും അവർ ലെവൽ കുറച്ച് കൂട്ടും, അപ്പോൾ നമ്മൾ വീണ്ടും അപ്പോൾ നമ്മൾ ഇങ്ങനെ മുഴുകിയിരിക്കും. ഇതേ അവസ്ഥയാണ്. ഇതേപോലെ നമ്മൾ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഴുകിയിരുത്താൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്യൂരിയോസിറ്റി അവരിൽ ജനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പണ്ട് കാലത്ത് എങ്ങനെയാണ് ഫുഡ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്? അമ്പിളി അമ്മാവനെ കാണിച്ചു കൊടുത്തിട്ട് അമ്പിളി അമ്മാവനെ കുറിച്ച് കഥകൾ പറയും, അവരെ പിടിച്ചുകൊണ്ടുവരാനുള്ള ആളുകളുടെ കഥ പറയും, അപ്പോൾ കുട്ടി ഒരു ചോദ്യം ചോദിക്കും. ഇങ്ങനെ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റീവായിട്ട് അവരെ മുഴുക്കി ഇരുത്താൻ പറ്റും. കുറച്ച് ചാലഞ്ചസ്, ചെറിയ ചാലഞ്ചസ് കൊടുക്കുക. ആ ചാലഞ്ചസ് ചോദ്യമാവാം, പസിലാവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ചെറിയ ബ്രെയിൻ ഗെയിംസ് പോലെയുള്ള സാധനങ്ങളാവാം. അപ്പോൾ കുട്ടിയുടെ സ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുകിയിരുത്തുക മാത്രമല്ല, കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റും അതിൻ്റെ കൂടെ നടക്കും. ഒരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ചിത്രം കാണിച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ആ കുട്ടി ക്യൂരിയസ് ആവുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് മൊബൈലാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്നുള്ളത് കൊണ്ടാണ് അവർ ചൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് എനിക്കതിൽ എഫേർട്ട് ഇടാൻ വയ്യ എന്നുള്ള പാരൻസിൻ്റെ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാരൻസ് നേരെ ഫോൺ കൊടുക്കുന്നു, എന്നാൽ കുട്ടി അവിടെ ഇരുന്നോളും, വായി കൊടുത്താൽ മതി. മറ്റത് ഞാനും കൂടി പണിയെടുക്കണമല്ലോ, ഞാൻ ചോദ്യം ചോദിക്കണം. അപ്പോൾ പാരൻസിലും ഈ എഫേർട്ട് ഇടുന്ന ഒരു സ്വഭാവം വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനത്തിലേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിക്കുമ്പോൾ, നമുക്ക് ഒരു കുട്ടി അഡിക്റ്റഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞ ശേഷം ആ കുട്ടി ആദ്യത്തെ ചുവടുവെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ടുള്ളത്. നമ്മൾ മെഡിക്കലി കുറച്ചുകൂടെ ടച്ച് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു ഡിസീസ് അതിനെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ആദ്യ ഒരു സ്റ്റെപ്പുകൾ, അത് ബിഹേവിയറലാണ് ഒബ്വിയസ്ലി ഇതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് വരാൻ പോകുന്നത്. സാർക്ക് ഇതിൽ ആഡ് ആക്കാൻ ശരിക്കും ഇതൊരു ഹാബിറ്റ് ബിൽഡിങ്, നമുക്കുള്ള ഒരു നെഗറ്റീവ് ഹാബിറ്റിനെ പോസിറ്റീവ് ഹാബിറ്റിലേക്ക് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ജിമ്മിൽ പോയി കഴിയുന്ന, ഇപ്പോൾ നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ഒരു സെയിം സിറ്റുവേഷൻ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ മതി. നിങ്ങൾ പോകുന്നു, ഓരോ ദിവസവും ആദ്യത്തെ ദിവസം കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ ദിവസം കുറച്ച് വർക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊരു സിസ്റ്റമാക്കി നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാക്കി നമുക്ക് മാറ്റണം. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. രണ്ട്, എല്ലാ പാർട്ടിനും വർക്കൗട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഡിയാക്ക് ചെയ്യാറുണ്ട്, ബൈസെപ്സ് ചെയ്യാറുണ്ട്, ഇതേപോലെയാണ്. അപ്പോൾ അതിനുള്ള രണ്ട് വഴികൾ, ഒന്ന് ഫോൺ യൂസേജ് കുറയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവിടെ വർക്കൗട്ട് കൂട്ടുകയാണെങ്കിൽ ഇവിടെ ഫോൺ യൂസേജ് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടത്. അതാണ് ആദ്യത്തെ. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻ ആപ്പുകൾ എടുക്കാം. 5 മിനിറ്റ് കുറച്ച് വെച്ച് നിങ്ങൾ ഓരോരുത്തർ ചലഞ്ച് എടുക്കുക. ഫാമിലിയിൽ ചലഞ്ച് എടുക്കാം. അതേപോലെ തന്നെ ഒരു മാസം ഫോൺ ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ടിംഗ്, ഫോൺ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയാം. വേണമെങ്കിൽ ഒരു ഫോൺ ഫാസ്റ്റിംഗ് ഒരു ട്രെൻഡ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഡോപ്പമിൻ ഡീടോക്സ്, ഡോപ്പമിൻ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ തന്നെ ഒരു സാധനം, ഒരു റിവാർഡ് ഒക്കെ പോലെ ഫാമിലികൾ തമ്മിൽ ഒരു റിവാർഡ് വെക്കാം, അവരെ അക്നോളജ് ചെയ്യാം. സെറ്റിംഗ്സിൽ അതുപോലെ ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, നമുക്ക് അട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് എപ്പോഴും അട്രാക്ഷൻ വരുന്നത് വിഷ്വൽ സ്റ്റിമുലസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഗ്രേ സ്കെയിൽ ആക്കിയിട്ടിടാം, നോട്ടിഫിക്കേഷൻസ് കുറച്ചിടാം. അത് വലിയൊരു കാര്യമാണ്, നോട്ടിഫിക്കേഷൻസ് കുറച്ചിടാം. ആവശ്യമുള്ളതായിട്ട് നമുക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കാണുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നത്. അതേപോലെ പ്രൊഡക്ടിവിറ്റി ആപ്പുകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് കൂടുതൽ മാറ്റി വയ്ക്കുക. നമ്മളിരിക്കുന്നതിനേക്കാൾ 1-2 റൂമിലോ മുകളിലൊക്കെ കൊണ്ടുവച്ചാൽ നമുക്ക് കയറാൻ മനുഷ്യൻ പൊതുവേ മടിയുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫ്രിഡ്ജിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് ചീഞ്ഞു പോകും. കാരണം നമുക്ക് കുനിഞ്ഞെടുക്കാൻ, അതൊക്കെ ഒരു സൈക്കോളജിയാണ്.
നമ്മൾ വിചാരിക്കും ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അല്ല, നമ്മൾ മുകളിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം എടുക്കും. അടിയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ പലപ്പോഴും ചീഞ്ഞു പോകാറുണ്ട്. കാരണം കുഞ്ഞെടുക്കാൻ മടിയാണ്. അത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ പ്ലാൻ ചെയ്യുക. അത് ഒരു കാര്യത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് പുസ്തകം വായിക്കാം, ഡീപ്പ് തിങ്കിങ് ഇതാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജേണലുകൾ എഴുതാം, റിഫ്ലക്ഷൻസ് എഴുതി വെക്കാം, ഡയറി എഴുതാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ, ഡീപ്പ് തിങ്കിങ് തുടങ്ങി ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങൾ കൂട്ടും. ബ്രെയിൻ ഗെയിമുകൾ, ലോജിക്കൽ പാർട്ട്, അനലിറ്റിക്കൽ പാർട്ടുകൾ കൂട്ടും. അതേപോലെ തന്നെ സോഷ്യൽ ബോണ്ടിങ്, ഫാമിലിയുമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ എമ്പതി, സോഷ്യൽ. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ബ്രെയിനിനെ ഒരു ഓവറോൾ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം മനസ്സിൽ വെക്കേണ്ടത്, ഹാബിറ്റിലെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇത് ക്വിറ്റ് ചെയ്ത് കളയുക എന്നുള്ളതല്ല. ഇതിൻ്റെ നിങ്ങളൊരു 15 മിനിറ്റ്സോ അല്ലെങ്കിൽ 20 മിനിറ്റ്സോ ഡെയിലി ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. അത് എങ്ങനെ ഉപയോഗിക്കണം, നിങ്ങൾക്ക് അറിയേണ്ട അറിവുകൾ കൃത്യമായിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഉപയോഗിക്കണം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോണ്ടൻറ്റ് ഓവർലോഡാണ്. അതായത് പണ്ട് കാലത്ത് വെറും 12 പേജുള്ള പത്രത്തിനെ 24/7 ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതാണ് സംഭവിക്കുന്നത്. ഇന്ന് മിക്കവാറും ചാനലുകളുടെയൊക്കെ പേജുകൾ എടുത്തു നോക്കൂ, എന്താണ് അതിലെ കോണ്ടൻസ്? കേരളത്തിലെ എല്ലാ CCTVയുടെയും ഫുട്ടേജുകളാണ്, അല്ലേ? എവിടെയൊക്കെ അപകടം നടന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ CCTV ഫുട്ടേജ്, എവിടെയൊക്കെ പട്ടി കടിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ CCTV ഫുട്ടേജ്. എന്തിനാണത്? നമ്മളുടെ ക്യൂരിയോസിറ്റീനെ മിസ്യൂസ് ചെയ്യാനും അത് കാണാനും വേണ്ടിയിട്ടാണ്. കണ്ടാൽ മാത്രമേ അവർക്ക് റവന്യൂ കിട്ടൂ. നമ്മളത് കാണുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് നമുക്കുണ്ടാവുന്നത്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഇസ് ഇറ്റ് റിയലി ബെനിഫിറ്റ് ടു മീ എന്നുള്ളതാണ്. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, സോഷ്യൽ മീഡിയ നമുക്ക് ഇപ്പോൾ ചെയ്തു വരുന്നത് ഒരാളിനെ ഒരു സെൽഫ് അവെയർനെസ്സിൽ നിന്ന് എത്രത്തോളം അകലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സെൽഫ് നമ്മൾ അവെയറായി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലേ ഏറ്റവും നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ചുവടുവെപ്പുകൾ എന്നുള്ള നിലക്ക് നമുക്കതിൻ്റെ സ്റ്റിമുലസൊക്കെ കുറച്ച് നല്ലൊരു ഹാബിറ്റിലേക്ക് നമ്മൾ പുതിയൊരു ന്യൂ ഹാബിറ്റ്, ന്യൂ സ്കില്ല് പഠിക്കുക, ന്യൂ ഹാബിറ്റ് ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. സോ അങ്ങനെ നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ അവസാന സമയത്തേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പല ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു വിഷയം പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അടിമപ്പെട്ട് പോകുന്നത്, എന്താണ് അഡിക്ഷൻ എന്നിങ്ങനെ തുടങ്ങി അതിനെങ്ങനെ മനസ്സിലാക്കാം, പിന്നെ അതിൻ്റെ പരിഹാരങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളിൽ പെട്ട ഈ അറ്റൻഷൻ സ്പാന് കുറയുന്നൊരവസ്ഥ, അതുപോലെ നമ്മൾ പോലും അറിയാതെ ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, പിന്നെ അങ്ങനെ നമുക്ക് ലൈക്ക് നമ്മൾ സോഷ്യലി ഓവർ കണക്റ്റഡ് ആകുമ്പോഴും ഇമോഷണലി അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പരിഹാര വശങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരുപാട് ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ കൂടുതലായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും അറിവ് കൂടുതലായിട്ടും അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രയത്നം നമ്മൾ തുടരുക. ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു വിഷയം അത് ഓരോരുത്തരും നല്ലൊരു നിലപാട് തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിനായി എത്തിച്ചേർന്ന മൃദുൽ സാറിന് ഒന്നുകൂടെ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് ആദിൽ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.